നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് ഗുരുവായൂരും ഒന്നാം വിവാഹ സൽക്കാരത്തിന് കൊച്ചിയിലും എത്താൻ സാധിക്കാതെ പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സുരേഷ് ഗോപി വിവാഹ സൽക്കാരം സംഘടിപ്പിച്ചത്. മോഹൻലാൽ ഗുരുവായൂരിലെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും തിരുവനന്തപുരത്തെ ഫംഗ്ഷനിലും വന്ന് നവദമ്പതികളെ അനുഗ്രഹിച്ചു. തിരുവനന്തപുരത്തെ സൽക്കാരത്തിന് നിരവധി പേർ പങ്കെടുത്തുവെങ്കിലും കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും നിറഞ്ഞത് നടൻ ജഗദീഷ് ശ്രീകുമാർ അവശതയിലും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്. വീൽ ചെയറിൽ താരത്തെ ഇരുത്തി കുടുംബമാണ് പരിപാടിയിലേക്ക് കൊണ്ടുവന്നത്. സൽക്കാരത്തിൽ പങ്കെടുത്ത ഭാഗ്യയെയും വരൻ ശ്രേയസിനെയും അനുഗ്രഹിക്കുക മാത്രമല്ല, ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരോടെല്ലാം പാണാമ്പ്ര വളവിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ജഗദീഷ് ശ്രീകുമാറിന് ഗുരുതരമായ പരിക്കു പറ്റിയത്. ശേഷം അദ്ദേഹം നാളുകളോളം ചികിത്സയിലായിരുന്നു. നടക്കാനും സംസാരിക്കുവാനും ഒക്കെ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. പ്രിയദർശന്റെ മകൾ കല്യാണി പ്രിയദർശൻ, അഹാന കൃഷ്ണയും കുടുംബവും, ശശി തരൂർ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ദിലീപ്, നാദിർ ഷാ, ജയറാം തുടങ്ങി സിനിമാ താരങ്ങളും നിരവധി സീരിയൽ മിനി സ്ക്രീൻ താരങ്ങളും തിരുവനന്തപുരത്തെ വിവാഹ സത്കാരത്തിൽ പങ്കെടുത്തിരുന്നു. വിവാഹം വലിയ ആഘോഷമാക്കിയ എല്ലാവർക്കും നന്ദി പറഞ്ഞ ഭാഗ്യ രംഗത്ത് എത്തുകയും ചെയ്തിരുന്നു. വിവാഹം ഇത്രയും വലിയ സ്കെയിലിൽ പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കുറച്ചധികം ആൾക്കാരായി പോയി. അതിന്റെ ബഹളവും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി എന്നാണ് ഭാഗ്യ പറഞ്ഞത്. ശ്രേയസും നന്ദി അറിയിച്ചു. എന്നാൽ ഈ വിവാഹത്തെ ചുറ്റിപ്പറ്റി ഏറെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ഭാഗ്യയുടെ ആഭരണങ്ങൾ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ ഉയർന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആഭരണത്തിന്റെ ഉറവിടമടക്കം ചോദ്യം ചെയ്ത ചില പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയുമായി സുരേഷ് ഗോപി ഒരു പോസ്റ്റും പങ്കുവച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ ദുരുദ്ദേശപരമായ വിവരങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ പോസ്റ്റ്. ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ അതിന്റെ ഓരോ ഭാഗവും അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിയുടെയും സമ്മാനങ്ങളാണെന്ന് ഞാൻ വ്യക്തമാക്കുകയാണ്. GSTയും മറ്റെല്ലാ നികുതികളും നൽകി എല്ലാ ബില്ലും കൃത്യമായി അടച്ചു വാങ്ങിയതാണ് അവ. അതിന്റെ ഡിസൈനർമാർ ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഒരു മെറ്റീരിയൽ ഭീമയിൽ നിന്നുള്ളതായിരുന്നു. ദയവായി ഇത്തരം പ്രചരണങ്ങൾ നിർത്തുക. വൈകാരികമായി എന്നെയോ എന്റെ കുടുംബത്തെയോ തകർക്കാൻ കഴിയില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പോസ്റ്റ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.